10,000 രൂപയുടെ ചായ ഒരു പഴംപൊരി ഫ്രീ ആയിട്ടും കേൾക്കുമ്പോൾ ഭയങ്കര അതിശയോക്തി തോന്നാം, ഭയങ്കര അത്ഭുതം തോന്നാം, ഇതെന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് മാർക്കറ്റിൽ ഉള്ള ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. ഇത് റൈറ്റ് ട്രെൻഡാണോ റോങ് ട്രെൻഡാണോ എന്നുള്ളത് സംശയം തോന്നുന്ന രീതിയിലാണ്. മറ്റൊന്നുമല്ല, പ്രീമിയം സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ പല ഡൊമൈൻസിലും പ്രീമിയം സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചർ, ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പല രീതിയിലും എന്താ പറയുക, അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഒക്കെ നമുക്കിടയിൽ ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയിൽ വല്ലാതെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ ഫീൽഡിലേക്കും അപ്ലിക്കബിൾ ആണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ചില സെഗ്മെന്റുകളിലൊക്കെ പ്രീമിയം സെല്ലിംഗ് ഡെഫിനറ്റ്ലി 100% അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സെഗ്മെന്റ്. ഇവിടെയൊക്കെ ഒരു ഹൈ ഇൻകം സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സെഗ്മെന്റുകളൊക്കെ ഡെഫിനറ്റ്ലി ദിസ് പ്രീമിയം സെല്ലിംഗേ വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പം ഞാനൊക്കെ മുന്നേ കൺസൾട്ടിങ് സെഗ്മെന്റ് ഒക്കെ ഉള്ള സമയത്ത് ഒരു പ്രീമിയം പ്രൈസിംഗിലേക്ക് പോയ സമയത്താണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് വർക്കുകൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളതൊക്കെ ഈ പ്രീമിയം പ്രൈസിംഗിലേക്ക് പോയപ്പോഴാണ്. ഇനി അതോടൊപ്പം തന്നെ ലക്ഷറി ബ്രാൻഡ് എന്ന് പറഞ്ഞ സെഗ്മെന്റുകളിലും ഈ പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആവുള്ളൂ. അതിൽ ഒരുപാട് സക്സസ്ഫുൾ കേസ് സ്റ്റഡീസ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം എന്താ വെച്ചാൽ, ലോകത്ത് ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സുകളും സക്സസ്ഫുൾ ബിസിനസ്സുകളും ഒക്കെ വന്നിട്ടുള്ളത് മറ്റൊരു മോഡലിൽ നിന്നാണ്. മെജോറിറ്റി, ഒരു മേജർ പെർസെൻറ്റേജും വന്നിട്ടുള്ള മറ്റൊരു മോഡലിലാണ്. ആ മോഡലിന്റെ പേരാണ് ശരിക്കും വോളിയം സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു കോൺസെപ്റ്റ്. വോളിയം, മാസ്സായിട്ട് സെല്ല് ചെയ്യുക, ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്ത ഹയർ സ്കെയിലബിലിറ്റി ഉള്ള സസ്റ്റൈനബിലിറ്റി ഉള്ള പ്രൊഡക്റ്റുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ലോകത്തിലുള്ള പല കമ്പനികളും ഒരു വെൽത്തി സെഗ്മെന്റിലേക്ക് പോയിട്ടുള്ളത്, സക്സസ്ഫുൾ സെഗ്മെന്റിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോൺ ആണെങ്കിലും അല്ലെങ്കിൽ കൊക്കക്കോള, ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ റിലയൻസ്, ലുലു, ഇവരൊക്കെ ഒരു മാസ് കാറ്റഗറീനെ അഡ്രസ്സ് ചെയ്തിട്ട് ഭയങ്കര വോളിയം സെല്ലിങ്ങിലേക്ക് പോയപ്പോഴാണ് ആ ഒരു എന്താ പറയുക വെൽത്തി കമ്പനി എന്നുള്ളത്. മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആളുകളിലേക്ക് സെർവ് ചെയ്തിട്ടാണ് അവരൊക്കെ മില്യനെയറും ബില്യണറും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡി ആക്കി മാറ്റേണ്ടതും ഏറ്റവും കൂടുതൽ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇത്തരത്തിലൊരു വോളിയം സെല്ലിംഗ് സീക്രട്ട് അല്ലെങ്കിൽ വോളിയം സെല്ലിങ്ങിലേക്ക് അല്ലേ എന്നുള്ളൊരു ചോദ്യത്തോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.